അതിന് ഒരുപാട് പിന്നെ സാങ്കേതികവും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനെപ്പറ്റി നല്ല ധാരണയോടുകൂടി വേണം ആളുകൾ സിനിമ എടുക്കാൻ. പിന്നെ ഗവൺമെന്റ് ഫൈനാൻസ് ചെയ്യുന്ന സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാമൂഹ്യ പ്രസക്തി വേണം. അതിന് സൗന്ദര്യശാസ്ത്രപരമായിട്ടും സാങ്കേതികമായിട്ടും ഒക്കെ മികവുള്ളതായിരിക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതെങ്ങനെ ഉണ്ടാവും? അത് പടം എടുക്കുന്ന ആളിന് ഇതിനെപ്പറ്റി ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ സിനിമ ഒരാളുടെ പേരിൽ സിനിമയ്ക്ക് പണം കൊടുക്കുന്നു, വേറെ ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. എങ്കിൽ പോലും അതിൽ അവരുടെ ഒരു സിനിമ എടുത്ത് അപ്രത്യക്ഷമായി പോകരുത് ഈ വരുന്നവർ. അവർക്ക് കിട്ടുന്ന ആദ്യത്തെ അവസരമാണ് സിനിമാ രംഗത്തേക്ക് വരാനായിട്ട്. അവർ പഠിച്ച് ഈ രംഗത്ത് തുടർന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളും ഈ പറഞ്ഞ പോലെ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽ നിന്ന് വരുന്നവരും അവർ ഈ രംഗത്ത് തുടർന്നും ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ഗുണത്തിന് വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം അവരുടെ ഉന്നമനം എന്ന് പറയുന്നത് എന്റെയും ലക്ഷ്യമാണ്. അല്ലാതെ അവരെ മോശപ്പെടുത്തി അവരെ നികൃഷ്ടരായിട്ട് കാണുകയല്ല ചെയ്യുന്നത്. അവരെ വേണ്ടത്ര രീതിയിൽ അവരെ പരിപോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞതാണ്. അതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്ത് അവരെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായാലും മനസ്സിലാവുന്നില്ല. അല്ല, ഈ സിനിമ ചെയ്യുന്നവരെ ഈ ടെക്നിക്കലി ഒക്കെ അതിനെപ്പറ്റി പഠിക്കുന്നത് ഒരു സാധാരണ കാര്യമല്ലേ? സാധാരണ കാര്യമല്ല, അത് പഠിച്ചേ പറ്റുള്ളൂ. അല്ല, അത്തരത്തിൽ പഠിക്കുന്നുണ്ടല്ലോ എല്ലാവരും. അപ്പൊ ആരും പഠിക്കുന്നു? നിങ്ങൾ ചെയ്യോ സിനിമ? നിങ്ങൾ സിനിമ തയ്യാറാണോ? ചെയ്യാൻ താല്പര്യപ്പെടുന്നവര് ആണോ? നിങ്ങൾ താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ സിനിമയെ പറ്റി പഠിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പച്ച മലയാളത്തിലാണ് പറയുന്നത്. സിനിമയെപ്പറ്റി സിനിമ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനോടുള്ള ആഗ്രഹം മാത്രം പോരാ, അത് പഠിക്കണം. പഠിക്കാനായിട്ട് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ ഇപ്പൊ സമയമില്ല. ഇപ്പൊ അവർക്കൊരു ഒരു പ്രോജക്റ്റിന് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ വലിയ സമയമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വിദഗ്ധന്മാരുടെ മേൽനോട്ടത്തില് 3 മാസമെങ്കിലും, കുറഞ്ഞത് 3 മാസമെങ്കിലും അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. കാരണം ഈ ഭാഷയെ പരിചയപ്പെടുത്തണം. അവർക്ക് നമ്മുടെ ഭാഷയിൽ ഭേദപ്പെട്ട സിനിമകൾ ഉണ്ടാകണം. അവർക്ക് അവസരം കൊടുക്കുക മാത്രമല്ല, മലയാളത്തിൽ നല്ല ഭേദപ്പെട്ട, അത് പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റാണ്. ഗവൺമെന്റ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് അതിനൊരു സാമൂഹ്യ പ്രസക്തിയും. എന്താ എങ്ങനെ സ്ക്രീൻ ചെയ്യുമോ? നിങ്ങൾ പടം എടുക്കുന്നത് ഞാൻ എങ്ങനെയാ തീരുമാനിക്കുന്നത്? നിങ്ങൾ വന്ന് വരുന്നത് ഞാൻ പടം എടുക്കാമെന്ന് വരുന്നു. എന്ത് സ്ക്രീനിയാ ചെയ്യുന്നത് നിങ്ങളുടെ മുകളിൽ? കാരണം ഇവിടെ സിനിമ എടുത്ത അല്ല, ഞാൻ മനസ്സിലാക്കിയത് അവർ പടം എടുത്ത ആളുകൾ ഇവിടെ വന്ന് എന്നോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അവർക്ക് ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ കിട്ടാത്തതിന്റെ കുറവ് അതിൽ കാണാനുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്.